സായികുമാറുണ്ട് വിവരങ്ങളുമായി. സായികുമാർ, ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഗുരുതരമായ ചട്ടലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് DGP നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അത് ക്യാമ്പ് ഓഫീസിലെ മരം മുറിയുമായി ബന്ധപ്പെട്ട് PV അൻവർ പുറത്തുവിട്ട ആരോപണം, അതിന്റെ അടിസ്ഥാനത്തിൽ അജിത ബീഗം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നറിയുന്നത്. ആ ഉത്തരവ് പുറത്തിറങ്ങിയോ? ആ സ്മൃതി ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. നമ്മൾ റിപ്പോർട്ടർ ചാനൽ ഓരോ ഘട്ടത്തിലും പുറത്തുവിട്ട സുജിത് ദാസിനെതിരായിട്ടുള്ള നടപടി അത് അതീവ ഗുരുതരമാണ് എന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതിവേഗത്തിലുള്ള നടപടി ഇപ്പോൾ സുജിത് ദാസിനെതിരെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സുജിത് ദാസിനോട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. വളരെ വേഗത്തിൽ നടപടിയിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ സർക്കാർ. മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഈ സസ്പെൻഷൻ എടുക്കണം എന്ന ഉത്തരവിറക്കാൻ ആവശ്യപ്പെട്ടത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ആ ഉത്തരവിറങ്ങിയിരിക്കുന്നു. അങ്ങനെ സുജിത് ദാസിന്റെ കസേര ഇളകിയിരിക്കുന്നു. PV അൻവർ വെളിപ്പെടുത്തൽ നടത്തിയ PV അൻവർ തന്നെ സൂചിപ്പിച്ചതുപോലെ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു ഈ ആരോപണങ്ങളിൽ എന്നാണ്. ഇപ്പോൾ വിശദമായി PV അൻവർ നമ്മളോട് സംസാരിച്ചതുപോലെ പോലീസിൽ വലിയ അരാജകത്വം നടക്കുന്നു, അതിൽ വലിയ കുറ്റവാളികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവർ ഓരോന്നോരോന്നായി ഇനി വരും ദിവസങ്ങളിൽ പുറത്തു പോകും. തനിക്ക് മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. അത് ചിലർ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കളിയാക്കുന്നുണ്ട്. അവർക്കുള്ള ഉത്തരം കൂടിയാണ് ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തീരുമാനം എന്നാണ് PV അൻവർ അല്പം മുമ്പ് നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചത്. അപ്പോൾ സുജിത് ദാസ് തെറിച്ചിരിക്കുന്നു. സുജിത് ദാസിന്റെ വിവാദമായ ഫോൺ സംഭാഷണം, സ്വർണ്ണക്കടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സുജിത് ദാസിന്റെ ഇടപെടൽ, ഇങ്ങനെ വലിയ ആരോപണ പരമ്പരകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സുജിത് ദാസിനെ കുറിച്ച് കേട്ടത്. ഇന്ന് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം സുജിത് ദാസിനെതിരെ ഉന്നയിക്കപ്പെടുന്നു. അപ്പോൾ ഇതിലൊക്കെ ഈ ആരോപണങ്ങളൊക്കെ വളരെ വേഗത്തിൽ അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നു. അതിൽ സുജിത് ദാസിന്റെ ഇടപെടൽ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടി. അങ്ങനെയാണ് വളരെ വേഗത്തിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ പോയത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ വളരെ ഗൗരവത്തോടെ തന്നെ സർക്കാർ കണക്കിലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ അടക്കം അന്വേഷണത്തിന് DGPയുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവർ PV അൻവറിന്റെ മൊഴിയടക്കം എടുക്കും എന്ന് പറയുന്നു. PV അൻവർ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ സ്മൃതി, നമ്മളിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം, MR അജിത് കുമാറിൽ നിന്ന് PV അൻവർ ആരോപണങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ P ശശിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് വിശദമായി ഇപ്പോൾ നമ്മളോട് PV അൻവർ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പറഞ്ഞതിലത്രയും P ശശിക്കാണ് ഈ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. പോലീസിലുണ്ടായിട്ടുള്ള ഈ വീഴ്ചയ്ക്കെല്ലാം ഉത്തരവാദിത്വം P ശശിക്കാണ്. പാർട്ടിയെയും ജനങ്ങളെയും തമ്മിൽ അകറ്റിയതിൽ ഒന്നാമത്തെ ഉത്തരവാദി P ശശിയാണ് എന്നാണ് PV അൻവർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നത്. P ശശി കാരണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം P ശശിക്കാണ്. 15 ലക്ഷത്തിലധികം പാർട്ടി വോട്ടുകൾ ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം P ശശിക്കാണ്. അങ്ങനെ ഈ പാർട്ടി ഇപ്പോൾ എത്തിയിട്ടുള്ള തിരിച്ചടികളുടെ ഒന്നാമത്തെ കാരണക്കാരൻ P ശശിയാണ്. അദ്ദേഹത്തെ മാറ്റണം എന്ന് താൻ പാർട്ടിയോട് ആവശ്യപ്പെടുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അൻവർ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ PV അൻവറിൻ്റെ ഉന്നം അത് MR അജിത് കുമാർ മാത്രമല്ല, അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി തന്നെയാണ് എന്ന് PV അൻവർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, സർക്കാരും പാർട്ടിയും ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യേണ്ട, അതിൽ നടപടിയെടുപ്പിക്കേണ്ട ആളാണ് P ശശി. പക്ഷേ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരാളായി P ശശി മാറുന്നു. അതുകൊണ്ട് ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹം അർഹനല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ക്ലാരിറ്റിയോടുകൂടി P ശശി പറയുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാളെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. PV അൻവറിൻ്റെ നിർണായക വെളിപ്പെടുത്തൽ നടന്നതിന് ശേഷം നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. ഈ വിഷയങ്ങളെല്ലാം ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കുമെന്നാണ് LDF കൺവീനർ ആയാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയാലും അതിനുശേഷം സംസാരിച്ച നേതാക്കൾ എല്ലാവരും പറഞ്ഞത്. ആരും അൻവറിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ അൻവർ എണ്ണി പറഞ്ഞിട്ടുള്ള ഇക്കാര്യങ്ങൾ, അതിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന, ഇപ്പോൾ നമ്മളോട് വിശദമായി പറഞ്ഞതുപോലെ എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുന ഇപ്പോൾ PV അൻവർ നീട്ടുന്നത് അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയിലേക്കാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച നടക്കുന്നത് P ജയരാജനാണോ താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ. പക്ഷേ അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. P ജയരാജനുമായി താൻ കഴിഞ്ഞ കുറേ നാളുകളായി സംസാരിച്ചിട്ടില്ല, ചില പരിപാടികളുടെ പേരിൽ സംസാരിച്ചു എന്നല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ തനിക്ക് പിന്നിൽ P ജയരാജനാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇടപെടലും ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. താൻ സംസാരിക്കുന്നത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ്. അവരിൽ കൃത്യമാണ് സായികുമാർ അൻവറിന്റെ നിലപാട്.